ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്നലെ ചൂണ്ട കെട്ടിയിട്ടുണ്ട്. ചൂണ്ട കെട്ടിയെന്ന് പറഞ്ഞാൽ ഒരു വള്ളിയെ കെട്ടാൻ സാധിച്ചുള്ളൂ. കാര്യം എനിക്കൊരു യാത്രയുണ്ടായിരുന്നു. യാത്ര കഴിഞ്ഞ് വന്നപ്പോൾ താമസിച്ചു പോയി. പിന്നെ രാത്രിയിൽ ഒരു വള്ളി നമ്മൾ കെട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ വള്ളി പോയെന്ന് എടുക്കാം. അതുമാത്രം മീൻ വാളമെല്ലാം ഉണ്ടോ ഇല്ലെന്ന് നമുക്കൊന്ന് നോക്കാം. പക്ഷേ കഴിഞ്ഞ ദിവസം നമ്മൾ ഈ കഴിഞ്ഞ രാത്രിയല്ല, അതിന് മുമ്പിലത്തെ ദിവസം നമ്മൾ ചൂണ്ട കെട്ടി കൂടുതൽ വാള കിട്ടിയിട്ടുണ്ട്. ആ ചൂണ്ട എടുത്തിട്ട് വന്നിട്ട് ബാക്കി കാര്യങ്ങൾ കാണിച്ചു തരാം. പോവാം. നമ്മൾ വെളുപ്പിനെയാണ് ഈ ചൂണ്ട എടുക്കാൻ പോകുന്നത്. ഇപ്പം നല്ല മഞ്ഞാണ്. അതാണ് നമ്മളെ വീഡിയോയിലൊരു മങ്ങൽ വരുന്നത്. മങ്ങൽ വരാൻ ചാൻസ് ഉണ്ട്. മഴ മാറിയെന്ന് തോന്നുന്നു, മഞ്ഞായി. നമ്മുടെ വീടിൻ്റെ അവിടെ നിന്ന് കുറച്ച് പടിഞ്ഞാട്ട് മാറി ആണ് നമ്മൾ ഈ ഒരു വള്ളി കെട്ടിയിരിക്കുന്നത്. കഴിഞ്ഞ ഞാൻ നോക്കിയായിരുന്നു, നേരത്തെ വരാം വള്ളി കെട്ടാം എന്ന് വിചാരിച്ചു. പക്ഷെ പോയിട്ടൊന്ന് താമസിച്ചാണ് വന്നത്. രാത്രിയിലാണ് നമ്മൾ ഈ ഒരു വള്ളി കെട്ടുന്നത്. എന്നാലും വള്ളി നമ്മൾ വലിച്ചെടുക്കുന്നില്ല, ഇവിടെ തന്നെ നിർത്തുക. ഇതുണ്ടോ, ഇതാണ് നമ്മൾ കെട്ടിയിരിക്കുന്ന വള്ളി. തീറ്റിയത്ത് പോയി. നമ്മൾ വള്ളി എടുക്കാത്തത് കൊണ്ട് തീറ്റിയൊന്നും ഊരി കളയുന്നില്ല. ഇത് ചെയ്യാനുള്ള തീറ്റ. ഇവിടെ ഒരു കല്ല് നമ്മൾ കെട്ടിട്ടുണ്ട്. അതിൽ ചൂണ്ട തീറ്റി പോയി. തീറ്റി പോയി. ഇതിലായിട്ട് നമ്മൾ വാളയൊന്നും കണ്ടില്ല. ഇനി ഒരു വള്ളി കെട്ടിയതും കൊണ്ട് ഉണ്ട്. ഇവിടെ ഒരു കല്ലുണ്ട്. ഈ കല്ലിൻ്റെ അപ്പുറത്താണ്. അത്ര വലിയ വാളയല്ല, എന്നാലും നമുക്ക് എടുക്കാം. ഇത് പോയേനെ കേട്ടോ. ഇതിൻ്റെ ഇത് കണ്ടോ, ഇവിടാണ് ഉടക്കിയിരിക്കുന്നത്. പക്ഷെ അത് ഇവിടെയൊക്കെ ഉടക്കിയതാണ്, ഇവിടുന്ന് ഊരിയതാണ്. കണ്ടോ, നമ്മൾ താടിക്ക് ഉടക്കുമ്പോൾ അത് കണ്ടോ, ഈ പാട് കണ്ടോ, കണ്ടോ, ഇവിടുന്ന് കീറി പോയിട്ട് അത് വായിൽ ഉടക്കിയതാണ്. അപ്പം ഈ താടിയിൽ ഇവിടെയൊക്കെ ഉടക്കിയാൽ നമുക്ക് കിട്ടാൻ പാടാണ് വാള. അതായാലും നമ്മൾ ചൂണ്ട ഉൾപ്പെടെയാണ് നമ്മൾ കെട്ടിയിരിക്കുന്നത്.
ഉണ്ട്. കെട്ടി നിർത്താം. ഇനി നമുക്ക് അങ്ങോട്ട് നോക്കാം വാള ഉണ്ടോന്ന്. കുറച്ച് ദൂരെ ആയുള്ളൂ നമ്മൾ. വീട്ടിൽ ജീവനോടെ കിടക്കുക. ഇവിടെ ഒരു കല്ലാണ് കല്ലിട്ടിരിക്കും. ഉടക്ക് വള്ളിയിലൊരു ഉടക്ക് പിടിച്ചിട്ടുണ്ട്. ഇത് ഒഴുകി വരുന്നതാ. മുളയുടെ ഓടിക്കാതെ തീറ്റയില്ല നമ്മുടെ. നനങ്ങുന്നില്ല. ഇതൊന്നുമില്ല. ആ ഒരു വാളയേ ഉള്ളായിരുന്നു വള്ളി. നമ്മൾ നേരെ ഇക്കരെ വന്നു. വള്ളിയിട്ട് നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം. വീട്ടിൽ ചെന്നിട്ട് ബാക്കി വിശേഷങ്ങൾ കാണിച്ചു തരാം. നമ്മൾ വീട്ടിലേക്ക് കടവിലായി. നമ്മുടെ വീട്ടിലത്തെ വിശേഷങ്ങളാണ്. കഴിഞ്ഞ ദിവസം നമുക്ക് ചൂണ്ട കെട്ടി കിട്ടിയ വാളയാണ് നമ്മൾ കെട്ടിയിട്ടിരിക്കുകയാണ്. എടുത്ത വാളയുണ്ട്, ചെറിയ വാളയുണ്ട്. ഈ വാള കണ്ടോ? സൂപ്പർ വാളയാണ് അത്. അതുപോലെ തന്നെ ഇതും മോശം വാളകളല്ല, നല്ല വാളയാണ്. കഴിഞ്ഞ ദിവസം നമുക്ക് കിട്ടിയതാണ്. നമ്മളിങ്ങനെ വാള കിട്ടിയിട്ട് വെള്ളത്തിൽ കെട്ടിയിടാതിരിക്കുകയായിരുന്നു. പക്ഷെ ഇപ്പം നീർനായുടെ ശല്യമില്ല. ഇതുകൊണ്ടാണ് ഇങ്ങനെ നമ്മൾ കെട്ടിയിട്ടിരിക്കുന്നത്. ഇതിപ്പോൾ ആവശ്യക്കാർ വരും, അവർക്ക് നമ്മൾ ജീവനോടെ തന്നെ എടുത്ത് കൊടുക്കും. ആമാ ഇങ്ങോട്ട് വേട രാമാ വാ. അമ്മിണി നിൽക്കുന്നത് കൊണ്ടാണ് ഇങ്ങോട്ട് വരാത്തത്. നമുക്ക് ഇന്ന് കിട്ടിയ വാള നമുക്കിവിടെ കെട്ടിയിടാം. ഇത് പൊക്കിയാൽ എന്നെ ദേഹം മുഴുവൻ വെള്ളമായിരിക്കും. ഇന്ന് നമുക്ക് കിട്ടിയ വാള നമുക്കത് ഇവിടെ ഇട്ട് കിട്ടാം. അതിൻ്റെ ഇവിടെ കെട്ടിയാൽ വാള കെട്ടി ഇത് ഇവിടെ അടുപ്പിച്ചടുപ്പിച്ച് കെട്ടിയാൽ ഇപ്പം നമ്മുടെ ഈ വാള ഇപ്പം എടുക്കും. രണ്ട് മൂന്നെണ്ണം ഇപ്പം എടുക്കും.
അപ്പം അത് കണക്കൂട്ടി കെട്ടുക. നമുക്ക് ഇത്ര മാളയാണ് ഇപ്പം കിട്ടിയിരിക്കുന്നത്. ഉണ്ടോ? അപ്പം നമ്മളെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ഞങ്ങളുടെ ഇന്നത്തെ കാഴ്ചകൾ ഇതൊക്കെയാണ്. ഞങ്ങളുടെ ഈ കാഴ്ചകൾ നിങ്ങളെ ഇഷ്ടപ്പെട്ടാൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് ഇനി വീണ്ടും വരാം. ഡോലാമേ വാ, ഏതൊക്കെ വേണം? ഡോലാമ്മയ്ക്ക് കറി വെക്കാൻ വാള വേണമെന്ന് പറഞ്ഞായിരുന്നു. എണ്ണം വേണോ? ഒന്നിന് മതിയല്ലോ. മതിയോ? അത് ഇടയ്ക്കത്തെ വേണോ? ഇതെടുക്കാം. ഇതെടുക്കാം. ഇതിയല്ലോ. നമുക്കൊരു വാളയെ കിട്ടിയുള്ളൂ. നോക്കൂ.